നമസ്കാരം. നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശസ്ത നയതന്ത്ര പ്രതിനിധിയായി ആയിരുന്ന ശ്രീ വേണു രാജാമണിയാണ്. അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ വിദേശ സർവീസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നെതർലൻഡിൽ ഇന്ത്യയുടെ അംബാസഡറായി ജോലി ചെയ്തു. കേരളത്തിൽ അദ്ദേഹം രാഷ്ട്രപതിയായ പ്രണാബ് കുമാർ മുഖർജിയുടെ പ്രസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു ഈ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് ഇന്നത്തെ നമ്മുടെ അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നയതന്ത്ര പ്രതിനിധി എന്നുള്ള നിലയിൽ ശ്രീ വേണു രാജാമണിയോട് കഴിഞ്ഞ ദിവസം വാർത്തയിൽ വന്നൊരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. വാസുകിയെ, ഗവൺമെൻറ് സെക്രട്ടറിയായ വാസുകിയെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ലൈസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയായിട്ട് നിയമിക്കുന്നു. അതായത് ഫലത്തിൽ പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫോറിൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരാൾ ഒരു നിയമനം നടത്തുന്നു. താങ്കൾ ദീർഘകാലം കേരളത്തിൻ്റെ ഏകദേശം 1 വർഷത്തിലേറെ 2 വർഷം കേരളത്തിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിയോഗിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു നിയമനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ഇത് കേരള ഗവൺമെൻറ് എന്നെ മിസ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഞാനിപ്പോൾ വിരമിച്ചിട്ട് 10 മാസത്തോളമായി. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെയും റെലവൻസിനെയുമാണ് കാണിക്കുന്നത്. കേരളത്തിന് ഒരുപാട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി അവിടെ ജീവിക്കുന്ന മലയാളികളുമായി ബന്ധങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഈ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിന് ഒരുപാട് നേടുവാൻ സാധിക്കും, ഒരുപാട് പഠിക്കുവാൻ സാധിക്കും, ഒരുപാട് സഹായങ്ങൾ അവൈലബിൾ ആണ്. അവരുമായി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ നിന്നും കേരളത്തിന് നന്മയുണ്ടാകും. അപ്പോൾ ഇത് ഉദ്ദേശിച്ചാണ് ഡോക്ടർ വി പി ജോയ് അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ ക്ഷണപ്രകാരം ഞാൻ ആ പോസ്റ്റ് ഏറ്റെടുത്തതും ഡൽഹിയിൽ ചീഫ് സെക്രട്ടറി റാങ്കോടുകൂടി കേരള ഹൗസിൽ നിന്ന് പ്രവർത്തിച്ചു. ആ സമയത്ത് എനിക്ക് ഏറ്റവും സഹായകരമായിരുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ ഇന്ന് ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഓഫീസേഴ്സ് എല്ലാം എൻ്റെ ജൂനിയേഴ്സാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. അതുപോലെ ഒരു സീനിയർ ഫോമർ അംബാസിഡർ ഡൽഹിയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ അംബാസിഡേഴ്സുമായിട്ടൊക്കെ നെറ്റ്വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ബാംഗ്ലൂരിലും ബോംബെയിലും ചെന്നൈയിലും ഉള്ള കൺസൽ ജനറൽസായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ള കണക്കൂട്ടലായിരുന്നു. മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ അംബാസിഡേഴ്സുമായിട്ടും നമുക്ക് നേരിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് കേരളത്തിന് ഒരുപാട് പുതിയ പ്രോജക്ട്സ് തുടങ്ങാനും നടപ്പിലാക്കാനും എല്ലാം സാധിച്ചിരുന്നു ആ 2 വർഷത്തെ കാലയളവിൽ. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് എൻ്റെ മനസ്സിലും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഉദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ഏത് കാര്യത്തിനും ഒരു തുടർച്ചയാണ് വേണ്ടത്. താങ്കൾ ദീർഘകാലം വിദേശ സർവീസിൽ ജോലി ചെയ്തു, അംബാസിഡറായിട്ട് ജോലി ചെയ്തു, വളരെ സീനിയറായിട്ടുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളായി നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധമുണ്ട്. ഒരുപക്ഷെ ആ ഉദ്ദേശത്തോടെയാണ് സർക്കാർ എന്ന് താങ്കളെ അവിടെ അത്ര ഒരു പ്രധാന പദവിയിൽ നിയമിച്ചത്. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ട് വാസ്തവത്തിൽ ആ തുടർച്ച വേണ്ട ഒരു ഘട്ടത്തിൽ താങ്കൾ ആ പദവിയിൽ നിന്ന് മാറി. അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു പുതിയ ആൾ, വളരെ ജൂനിയറായിട്ടുള്ള ഈ രംഗത്ത് വലിയ അനുഭവ പരിചയം ഇല്ലാത്ത ഒരാളെ വിദേശ കാര്യങ്ങളുടെ ലൈസനായിട്ട് കേരളത്തിലൊരു സെക്രട്ടറി, നമുക്ക് കേരളത്തിലിരിക്കുന്ന സെക്രട്ടറിമാർക്ക് വെടിപ്പത് പണിയുണ്ട്. അതിൻ്റെ കൂടെ എങ്ങനെയാണ് ഈ ലൈസൻ അവർക്ക് നടത്തുക? എന്താണ് ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് യഥാർത്ഥ പർപ്പസ് സെർവ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് കേരള ഗവൺമെൻറ് ഈ അപ്പോയിൻമെൻറ്റ് നടത്തിയിരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പുറമേ നിന്ന് ഒരു ഇൻ്റർപ്രിട്ടേഷൻ നൽകാനേ സാധിക്കുകയുള്ളൂ. ഞാൻ അവരുടെ എന്താണ് അവർ ചിന്തിച്ചിട്ടുള്ളതെന്ന് കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു എല്ലാ ഫയൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിമിറ്റഡ് എഫേർട്ട് മാത്രമാണ്. ഞാൻ ഉണ്ടായിരുന്നപ്പോഴും നമുക്ക് ഒരു സ്ഥിരം ഫയലിംഗ് സംവിധാനം ഉണ്ടാവണം. ആരെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് അല്ലാതെ വേറെ ആരെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത് കൈകാര്യം ചെയ്യണം എന്നൊക്കെ ശുപാർശ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിരിക്കും. അല്ല, അതൊക്കെ വല്ല ഉണ്ടായോ എന്നിട്ട് ഫയലിംഗ് സംവിധാനം വല്ല ഉണ്ടായോ? അപ്പൊ അതിന്റെ ഒരു തുടക്കം 10 മാസത്തിന് ശേഷം ഇപ്പോഴെങ്കിലും 10 മാസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത ചിന്ത വരുന്നതിനെ കുറിച്ച്. പക്ഷെ ഞാൻ ആ വിരമിച്ച ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് ഔദ്യോഗിക വൃന്ദങ്ങൾ എന്റെ
ഞാൻ ഈ പോസ്റ്റിൽ തുടരുന്നതിന് എതിരാണ് ഓ അത് ശരി. എന്നുള്ളതാണ്. അപ്പൊ ഒരു ഒഫീഷ്യൽ കേരളത്തിലെ ഔദ്യോഗിക വൃന്ദങ്ങൾക്ക് പുറമെ നിന്ന് ഒരാൾ വന്ന് നന്നായി പ്രവർത്തിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഉള്ളിൽ തന്നെ ഈ ജോലി പ്രധാനമാണ്, ചെയ്ത കാര്യങ്ങൾ നല്ലതാണ് എന്നുള്ളൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ നമുക്ക് ഊഹിക്കുവാൻ സാധിക്കുള്ളൂ. പക്ഷെ അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് നമുക്ക് കണ്ടറിയണം. ഇപ്പോൾ ഒരു സംശയം കൂടി, ഈ 2 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? ഈ ലൈസൻ വർക്ക് കൊണ്ട് എന്തെങ്കിലും പദ്ധതികളിൽ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഗവൺമെന്റിന് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ സോഷ്യൽ മീഡിയയിലും ഞാനത് പബ്ലിസൈസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാവുന്ന യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ അവരുടെ പേരൻസിനെ ഇവിടെ ആശ്വസിപ്പിക്കുകയും അവർക്ക് അതാത് സമയത്ത് വേണ്ട ഇൻഫർമേഷൻ നൽകുകയും എല്ലാം ചെയ്തു. എല്ലാവർക്കും ഒരു സംതൃപ്തി ഉണ്ടാക്കുന്ന വിധത്തിൽ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിച്ചു. അപ്പൊ അത് ആദ്യത്തെ പ്രാവശ്യമല്ല, ഇനിയും ഭാവിയിലും മലയാളികൾ ലോകത്തെമ്പാടുമുണ്ട്. ഇതുപോലത്തെ ക്രൈസിസ് മറ്റു രാജ്യങ്ങളിലും ഉണ്ടായെന്ന് വരും. അവിടെ നിന്നെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ഇഫക്റ്റീവ് കോർഡിനേഷൻ റൂളിന് വളരെ ആവശ്യമാണ്. അന്നത്തെ കാലത്ത് മീഡിയയും വളരെ സജീവമായിരുന്നു. മീഡിയയ്ക്കും എക്സ്പ്ലെയിൻ ആവശ്യമുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ബ്രീഫിംഗ്സ് നൽകുമായിരുന്നു. പക്ഷെ അത് താഴെയുള്ള ജനങ്ങൾക്കുള്ള ഒരു ബ്രീഫിംഗ് ആണ്. കേരള ഫോക്കസ്ഡ് അല്ലായിരുന്നു. പക്ഷെ നമുക്ക് കേരള ഫോക്കസ്ഡ് ആയിട്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, കേരളത്തിലെ മീഡിയ ആഗ്രഹിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ അത് മാത്രമല്ല, ഒന്ന് നെതർലൻഡ്സിൽ ഞാൻ അംബാസഡർ ആയിരുന്നപ്പോൾ തന്നെ തുടങ്ങിയ പല കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ചീഫ് മിനിസ്റ്റർ ക്യൂബയിൽ പോയതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഒരു ചേഗ്വാരയുടെ പേരിലുള്ള ഒരു ഇന്റർനാഷണൽ ചെസ് ടൂർണമെന്റ് കേരളത്തിൽ നടക്കുകയുണ്ടായി. ഫിൻലൻഡ് ലോകത്ത് തന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ ഏറ്റവും അറിയപ്പെടുന്ന രാജ്യമാണ്. ഫിൻലൻഡ് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും കേരളത്തിലെ എഡ്യൂക്കേഷൻ എക്സ്പെർട്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുകയും അവരിൽ നിന്നും സഹായം നേടി കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ, സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ എങ്ങനെ 21ാം നൂറ്റാണ്ടിന് പര്യാപ്തമായ ഒരു മോഡേൺ സ്കൂൾ സിസ്റ്റമാക്കി മാറ്റാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ച നടത്തി. ഫിൻലൻഡിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇവിടെ വന്നിരുന്നു, കേരളം സന്ദർശിച്ചു. നോർവേയിൽ നിന്നും ഫിഷറീസ് രംഗത്ത് ഏതെല്ലാം സഹായം നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള നല്ലൊരു തുടക്കം കുറിക്കുകയുണ്ടായി. UK പോയപ്പോൾ, വെയിൽസിൽ പോയപ്പോൾ, ഈ അടുത്ത കാലത്ത് വെയിൽസിന്റെ ഹെൽത്ത് മിനിസ്റ്റർ കേരളത്തിൽ വന്നിരുന്നു. അതുപോലെ കാനഡയുടെ യൂക്കോൺ പ്രോവിൻസിലെ പ്രീമിയർ കേരളത്തിൽ വന്നിരുന്നു. ഇവരെല്ലാം ആഗ്രഹിക്കുന്ന കേരളത്തിലെ നഴ്സുമാർ കൂടുതൽ അവരുടെ രാജ്യങ്ങളിലേക്ക് പോകണം, അവരുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇതിനെല്ലാം നമുക്ക് ഒരു തുടക്കം കുറിക്കാം. അപ്പൊ ഈ ചെറിയ 2 വർഷത്തിനുള്ളിൽ, ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് വളരെ അഭിനന്ദനാർഹവുമാണ്. ഏതായാലും ഇപ്പോൾ പുതുതായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന സെക്രട്ടറിക്ക് അവരുടെ ഈ കേരളത്തിലെ ഈ ജോലി തിരക്കിനിടയിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ സർക്കാരിന് സഹായിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അതുപോലെ തന്നെ UAE കോൺസൽ ജനറൽ ആയിരുന്നല്ലോ. ആയിരുന്ന കാലത്ത് അവിടുത്തെ ഈ തൊഴിൽ നിയമങ്ങളെ ലംഘിച്ച കുറെ ഏറെ മലയാളികളുടെ കാര്യത്തിലൊക്കെ തങ്ങൾ ഇടപെട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. 10,000 പേരുടെ ജയിലിൽ പോകേണ്ട ആളുകളെയൊക്കെ രക്ഷിച്ചു. അവരുടെ തൊഴിൽ നിയമലംഘനങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വളരെ ചുരുക്കി പറയുന്നതായിരിക്കും. വളരെ വേഗതയിൽ വികസിക്കുന്ന ഇക്കോണമീസ് ആണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം ഒരുപാട് ഇല്ലീഗൽ ലേബറും വരും. നമ്മുടെ രാജ്യത്തിൽ നിന്നും നമ്മുടെ തന്നെ ആൾക്കാർ മിഡിൽമെൻ ആയിട്ട് ഇവരെ വിസിറ്റ് വിസാസിലും മറ്റതിലും അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ പാസ്പോർട്ടും മറ്റ് ഡോക്യുമെന്റ്സും എടുത്തിട്ട് ഇവരെ ഇക്കോണമിയിലേക്ക് റിലീസ് ചെയ്യുവാണ്. ആൻഡ് ആ ഇക്കോണമിയിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനും മറ്റു കാര്യങ്ങൾക്കും വർക്കേഴ്സ് ആവശ്യമുള്ളതുകൊണ്ട് ഇല്ലീഗൽ ലേബർ ആണെങ്കിൽ അവരുടെ ചെലവ് കുറവാണ്. കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി, മറ്റു ഫെസിലിറ്റീസ് ഒന്നും കൊടുക്കേണ്ട, വേറെ ഇൻഷുറൻസോ മറ്റു പ്രൊട്ടക്ഷനോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പീരിയോഡിക്കലായിട്ട് എല്ലാ ഗ്രോയിങ് ഇക്കോണമീസിലും ഇല്ലീഗൽ മൈഗ്രൻസിന്റെ നമ്പർ വർദ്ധിച്ചു വരും. അത് സാധാരണ ആ ഇല്ലീഗൽസ് ആയിട്ട് ഒരാളെ പിടിച്ചാൽ പെനൽറ്റി അടിക്കും എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ രാജ്യങ്ങളും ഒരു 5-6 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ആംനസ്റ്റി എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം നടത്താറുണ്ട്. അപ്പൊ ആ ആംനസ്റ്റിയുടെ അർത്ഥം
അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, ഒരു പണിഷ്മെന്റ് ഇല്ല. പക്ഷെ എന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു എംസിയിൽ 1.5 ലക്ഷത്തോളം ആൾക്കാർ നമുക്ക് തിരിച്ചയക്കാൻ സാധിച്ചു. ആൻഡ് അതൊരു ഭീമമായ ടാസ്ക് ആണ്. ബിക്കോസ് ഇവർക്കൊക്കെ പാസ്പോർട്ട് ഇല്ലെങ്കിൽ ആദ്യം അവർ ഇന്ത്യൻ സിറ്റിസൺസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് അവർ ഇന്റർവ്യൂ ചെയ്താണ്. ഇന്ന് UAE വരുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ ആന്ധ്രക്കാരാണ്, അല്ലെങ്കിൽ തെലങ്കാനയിൽ നിന്നുള്ളവരാണ്. അവർക്ക് തെലുഗും അത്രേ അറിയാവുള്ളൂ. അവർക്ക് ഹിന്ദിയും ഉറുദു പോലും വളരെ ലിമിറ്റഡ് ആണ്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഭാഷയുടെ ബുദ്ധിമുട്ടുകൾ മറികടന്നുകൊണ്ട് ഇവരെ ഇന്റർവ്യൂ ചെയ്ത് അവരുടെ സിറ്റിസൺഷിപ്പ് വെരിഫൈ ചെയ്ത് ഇൻ ദ മീൻ ടൈം ഒരു വശത്ത് അവർക്ക് തന്നെ അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ലെജിറ്റിമൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമങ്ങൾ നടത്തി എംപ്ലോയേഴ്സിനെ വിളിച്ചിട്ട് അവരുമായി ഡിസ്കഷൻസ് നടത്തി ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. മറുവശത്ത് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ്സ്, ട്രാവൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ട വണ്ടിക്കൂലിയും നൽകിക്കൊണ്ട് അവരെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുവാൻ സാധിച്ചു. സോ അത് UAE ഗവൺമെന്റ് ഒഫീഷ്യൽസുമായി ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തതല്ലേ വിജയിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അതുപോലെ കൺസുലേറ്റിന്റെ റിസോഴ്സസ് ഇനാഡിക്വേറ്റ് ആണ്. പെട്ടെന്ന് ഇത്രയധികം ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൺസുലേറ്റിന്റെ സ്പേസ് പോലും ഇനാഡിക്വേറ്റ് ആണ്. അപ്പോൾ അന്ന് ഇന്ത്യൻ ഹൈസ്കൂൾ, ഭാഗ്യത്തിന് ഇന്ത്യൻ ഹൈസ്കൂൾ അവധിയുള്ള ഒരു സമയമായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് അവരുടെ ഓഡിറ്റോറിയം ബോർഡ് ചെയ്തെടുത്ത് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും വോളണ്ടിയേഴ്സിനെ വിളിച്ച് ഒരുപാട് പേര് വന്ന് സഹായിച്ചു. അവിടെയുള്ള സ്കൂൾ ടീച്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ്, ഹൗസ് വൈഫ്സ്, അവരെല്ലാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വന്ന് വോളണ്ടിയർ ചെയ്ത് നമുക്ക് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് തന്നെ നടത്തുവാൻ സാധിച്ചു. ഇപ്പൊ UAE അല്ലെങ്കിൽ ദുബായെ പോലെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു നയതന്ത്ര പ്രതിനിധി എന്നുള്ള ഒരു പ്രത്യേകത, സാധാരണ ഒരു നയതന്ത്ര പ്രതിനിധി എന്തും ഒരു വളരെ ഉയർന്ന ലെവലിലുള്ള ഒരു അരീനയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇന്റാക്ട് ചെയ്യുന്ന മിനിസ്റ്റേഴ്സും MPസും സീനിയർ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, സീനിയർ ജേർണലിസ്റ്റ് എല്ലാവരുമായിട്ടാണ്. പക്ഷെ UAEയിലാണ് നമ്മൾ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരുമായി വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തുകയും ചെയ്യാൻ സാധിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ഈ ആംനസ്റ്റി ഒരു ഉദാഹരണം മാത്രമാണ്. അവിടെ ഒരു വിമന് വേണ്ടി ഒരു ഷെൽട്ടർ നടത്തുന്നുണ്ട്. ഈ ലീഗൽ ട്രാഫിക്കിങ്ങിന് ഇരയായി ആ ട്രാഫിക്കേഴ്സിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ താമസിക്കാൻ ഒരു സുരക്ഷിതമായി താമസിക്കാൻ ഒരു സ്ഥലവും അവരെല്ലാം കളഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ട അതും ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ആൾക്കാര് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് വൺ ഷോട്ട് ഇൻസിഡന്റ് അല്ല. നമ്മള് 4 പേര് നമ്മള് അറിയേണ്ടേക്ക് നമ്മുടെ അടുത്ത് വരുന്നു, നമ്മൾ അവരെ താമസിപ്പിക്കുന്നു, അവർക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നു, അവരെ നാട്ടിലേക്ക് അയക്കുന്നു. അപ്പോഴത്തേക്കും വീണ്ടും 4 പേര് വരും. പിന്നെ ചിലര് ഇത്രയും വലിയ ഇന്ത്യൻ പോപ്പുലേഷൻ ഇപ്പോൾ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് ഒരുപാടുണ്ട്. അപ്പോ അത് കാരണം വീട്ടിൽ നിന്നും എന്തെങ്കിലും ഡൊമസ്റ്റിക് വയലൻസിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു വരുന്നവരുണ്ട്. പല പല കാരണങ്ങളാൽ അവർ അഭയം തേടി വരുന്നവരുണ്ട്. ഈ പോലൊരു രാജ്യത്ത് ഭൂരിഭാഗം ഇന്ത്യക്കാർക്കും അറബിക് അറിയില്ല. അവർ വളരെ ലിമിറ്റഡ് എഡ്യൂക്കേഷനും ഒരു ജോലിക്ക് വൈദ്യഭയത്തിന് വേണ്ടി പോയിരിക്കുന്ന ആൾക്കാരാണ്. അവിടെ നമ്മുടെ രാജ്യത്തെ പോലെ ഒരു പഞ്ചായത്ത് മെമ്പറെയോ ഒരു MLAയോ ഒരു ലോക്കൽ NGO സമീപിക്കാനുള്ള സംവിധാനങ്ങളില്ല. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യൻ കൺസുലേറ്റ് ആണ് അവരുടെ ഒരു അഭയ കേന്ദ്രം. അപ്പൊ അവിടുത്തെ ഇന്ത്യൻ കൺസുലേറ്റ് വളരെ ഒരു വിശാല മനസ്ഥിതിയോടുകൂടി ഏറെ മലയാളികളുള്ള ഒരു സ്ഥലത്തെ മലയാളികളും ഇന്ത്യക്കാരും ഒരു പരിധിവരെ മലയാളികളുടെ പ്രശ്നങ്ങൾ കുറവാണ്. മലയാളികൾ അല്ല, ഇന്ത്യക്കാരുടെ പ്രശ്നം അതായത് നോർത്ത് ഇന്ത്യയിൽ ഇന്നിപ്പം മലയാളികൾ മാത്രമല്ല, അവിടെ ഒരുപാട് ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള ഈ മലയാളികളല്ലാത്ത പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട്. മലയാളികളുടെ കാര്യം ചിന്തിക്കുന്നുണ്ട് അതല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ആ മൊത്തത്തിലുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായമായിരുന്നു. മലയാളികൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, നമ്മുടെ ലോക്കൽ ഓർഗനൈസേഷൻസ്, നമ്മുടെ അവിടുത്തെ വലിയ ബിസിനസ് ആയ അവരൊക്കെ വളരെ ലിബറലായിട്ട് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്ത് ആൾക്കാർക്ക് വേണ്ടി ടിക്കറ്റ് ഒക്കെ മേടിച്ച് തിരിച്ച് അയച്ചിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പല രാജ്യങ്ങളിലും ഒട്ടേറെ രാജ്യങ്ങളിൽ നയതന്ത്ര പ്രതിനിധിയായിട്ട് പോയിട്ടുണ്ട്, ഒട്ടേറെ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, ഒട്ടേറെ മലയാളികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്താണ് ഈ വിദേശ രാജ്യങ്ങളിൽ UAEയിലോ നെതർലാൻഡിലോ എവിടെ ആയിക്കോട്ടെ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളിയും കേരളത്തിലെ മലയാളിയും തമ്മിലുള്ള വ്യത്യാസം? മലയാളികൾ രണ്ടിടത്തും ഒന്ന് തന്നെയാണ്. അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് വ്യത്യസ്തം, അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻസ്
മാറുന്നുണ്ടോ എന്ന് നമുക്ക് അല്ല, അവിടുത്തെ മലയാളി അങ്ങേയറ്റം സഹകരണമുള്ളവരും അങ്ങേയറ്റം സഹാനുഭൂതിയുള്ളവരും അങ്ങേയറ്റം എന്ത് കാര്യത്തിൽ ഇപ്പൊ സ്കൂള് തുറന്നു കൊടുത്തു, അവിടെ വോളണ്ടറി ആയിട്ട് ആളുകൾ വന്ന് ജോലി ചെയ്യുന്നു, ആ ഒരു സമീപനവും ആ മനസ്സും ഇതേ മലയാളിക്ക് തന്നെയാണുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണ് അതുണ്ടാവാത്തെന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇവിടെയും ഉണ്ട്, അതില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. പിന്നെ അവിടുത്തെ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ മെജോറിറ്റി ആണ്, എന്നാൽ നമ്മൾ ഔട്ട്സൈഡേഴ്സ് ആണ്. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് തന്നെ തുടരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റുമായിട്ടും ഇന്ത്യൻ കൺസുലേറ്റുമായിട്ടും എംബസിയുമായിട്ടും എല്ലാം ആ ഒരു ക്ലോസ് ലിങ്ക് ഒരിക്കലും അവസാനിക്കും. ഒരു പരിധിവരെ നന്നായി അവിടെ ജീവിച്ച് വിജയിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവര് ആ സാഹചര്യങ്ങൾ കാണുമ്പോൾ അവർക്കും അറിയാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. ഒരു അസോസിയേഷൻ പിളർന്ന് 5 അസോസിയേഷനായി മാറുന്നെങ്കിലും ആ പ്രവണതകളെല്ലാം എല്ലായിടത്തും ഉണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഞാൻ ലേബർ ക്യാമ്പ്സ് വിസിറ്റ് ചെയ്തു, പ്രസിഡൻസ് വിസിറ്റ് ചെയ്തു. പ്രസിഡൻസിലുള്ള ആൾക്കാര് ചെന്ന് പരിചയപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവര് നാട്ടിലേക്ക് തിരിച്ചയക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിച്ചു. ഇതുപോലെ അംനസ്റ്റിയിൽ ഡയറക്റ്റായിട്ട് ഇടപെട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതെല്ലാം കാരണം നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു മൊബിലൈസേഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. കൺസുലേറ്റ് എത്താൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും അവിടെയുള്ള ലോക്കൽ ഇന്ത്യൻ അസോസിയേഷൻസിനെ ഉപയോഗിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രസിഡന്റ് പോയി സംസാരിക്കൂ, നിങ്ങൾ ലേബർ ക്യാമ്പ് പോയി വിസിറ്റ് ചെയ്യൂ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റിപ്പോർട്ട് അയക്കൂ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം, എല്ലാം നന്നായി പോകുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പിന്നെ വിസയും പാസ്പോർട്ടും എല്ലാം ഔട്ട്സോഴ്സ് ചെയ്ത് കൺസുലേറ്റ്സിന്റെ ഈ കമ്മ്യൂണിറ്റി അസോസിയേഷൻസിന്റെ ഫെസിലിറ്റീസ് കൂടി യൂസ് ചെയ്ത് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ എത്തിക്കുവാൻ സാധിച്ചു. സമ്മറിൽ തൊഴിലാളികൾക്ക് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഓൾ കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് അസോസിയേഷനോടൊപ്പം പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി ഒരു എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ പല ഭാഷകളിലായി നടത്തി. ഇന്ത്യൻ കൺസുലേറ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പുതിയൊരു റേഡിയോ പ്രോഗ്രാം റെഗുലറായിട്ടും എല്ലാ വീക്കും തുടങ്ങി ഒരു മാഗസീൻ ഇറക്കി. ഏറ്റവും അവസാനം ഞാനൊരു പുസ്തകവും എഴുതി ഇന്ത്യയിൽ UAE ബന്ധങ്ങളെ കുറിച്ച്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. എനിക്ക് ഒരുപാട് നല്ല പോസ്റ്റിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഹോങ്കോങ്ങിൽ ജീവിച്ചിട്ടുണ്ട്, ബെയ്ജിങ്ങിൽ ജീവിച്ചിട്ടുണ്ട്, ജനീവയിൽ ജീവിച്ചിട്ടുണ്ട്, വാഷിംഗ്ടൺ DC-യിൽ ജീവിച്ചിട്ടുണ്ട്, നെതർലൻഡ്സിൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ പോസ്റ്റിങ്സിലും ഏറ്റവും നല്ല പോസ്റ്റിംഗ് ദുബായ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൈനയിൽ എല്ലാം കൂടി 9 വർഷം ഉണ്ടായിരുന്നു. 3 വർഷം ഹോങ്കോങ്ങിൽ. ആ 3 വർഷത്തിൽ പ്രധാനമായിട്ടും ചൈനീസ് ഭാഷ പഠിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. ബീജിംഗിൽ ഏകദേശം 6 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ചൈനയെക്കുറിച്ച് എന്നും പറയാനുള്ളത്, നമ്മൾ ചൈനയെ ഒരു ശത്രു രാഷ്ട്രമായിട്ട് കാണരുത്. നമുക്ക് ചൈനയായിട്ട് വളരെ ജെന്യുവൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ ബോർഡർ പ്രോബ്ലം. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചർച്ചകൾ നടത്തണം. ചർച്ചകളിലൂടെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ആ പരിഹാരം കണ്ടെത്തുന്നത് വരെ നമുക്ക് പീസും ട്രാങ്ക്വിലിറ്റിയും ബോർഡറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യക്ക് ഏറ്റവും നല്ലൊരു മോഡൽ ചൈനയാണ്. ചൈന ഇന്ന് ലോകത്ത് US-നെ വെല്ലുന്ന ഒരു സാമ്പത്തിക ശക്തിയായി വരുന്നുണ്ടെങ്കിൽ ഇന്ത്യക്കും വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് വരുവാൻ സാധിക്കും. അത് നമ്മൾ ചൈനീസ് എങ്ങനെ ഇത് നേടിയെടുത്തു? അവരൊരു 30 വർഷം ഡൊമസ്റ്റിക് ഇക്കോണമിയിലാണ് ഫോക്കസ് ചെയ്തത്. എങ്ങനെ വികസനം എന്നതായിരുന്നു അവരുടെ. പക്ഷെ അപ്പോൾ ഒരു സംശയമുള്ളത്, പലരും നാട്ടുപുറത്തൊക്കെയുള്ള സാധാരണക്കാരായ ആൾക്കാരുടെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ചൈനയിൽ ഈ വികസനം വന്നു, ഇക്കോണമി വളരെയേറെ ഡെവലപ്പ് ചെയ്തു, എല്ലാം ഒരു നിയന്ത്രിതമായ മേഖലകളിൽ, ഇപ്പൊ ബെയ്ജിങ് പോലെയോ ഹോങ്കോങ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിയന്ത്രിതമായ മേഖലയിൽ ഇത് വളർത്തിയെന്നുള്ളതല്ലാതെ റൂറൽ ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്ക് ചൈനയിൽ വലിയ മാറ്റവും വളർച്ചയും ഇല്ല എന്നൊരു പ്രചാരണമുണ്ട്. അത് എത്രമാത്രം പോയിട്ടുണ്ടോ? ഉള്ളിലേക്കൊക്കെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ റൂറൽ ചൈനയുടെ ഒരു അവസ്ഥ എന്താണ്? റൂറൽ ചൈനയും അർബൻ ചൈനയും താരതമ്യപ്പെടുത്തിയാൽ തീർച്ചയായും റൂറൽ ചൈന പിന്നിലാണ്. പക്ഷെ റൂറൽ ചൈനയും റൂറൽ ഇന്ത്യയും താരതമ്യപ്പെട്ടാൽ ഇന്ത്യയേക്കാൾ എത്രയോ മുന്നിലാണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, എല്ലാവർക്കും വീടുകളുണ്ട്, എല്ലാവർക്കും തുണിയുണ്ട്, എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ചൈനയുടെ ഒരു നേട്ടം എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ അവര് ആ ബേസിക് നെസസിറ്റീസ് എല്ലാ ജനങ്ങൾക്കും എത്തിക്കുവാൻ സാധിച്ചു. റോട്ടി, കപ്പട, മക്കാൻ, ഇത് എല്ലാവർക്കും അവർ ഇൻഷുർ ചെയ്തു. എന്നിട്ട് അതിന്റെ മുകളിലാണ് ഈ ലിബറലൈസേഷൻ വന്നപ്പോൾ ആ ഒരു ആന്ത്രപ്രനോറിയൽ എനർജീസ് മുഴുവൻ അൺലിഷ് ചെയ്ത് വലിയൊരു ട്രേഡിംഗ് കൺട്രിയായി, മാനുഫാക്ചറിങ് കൺട്രിയായി അവർ മാറിയത്. അപ്പോൾ അവരുടെ ഡെവലപ്മെന്റ് പ്രിഡോമിനന്റ്ലി കോസ്റ്റൽ ഏരിയാസിലാണ്. അവിടെ തന്നെയാണ് അവരുടെ ഭൂരിഭാഗം പോപ്പുലേഷൻ. സോ റൂറൽ ഏരിയാസ് കോസ്റ്റൽ ഏരിയാസിനെ കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി പുവറാണ്. അവരാ കണ്ടിന്യൂസ് എംഫസിസ് ഓൺ എക്കോണമി,
അത് ചൈനയിൽ എവിടെ ചെന്നാലും കാണാൻ സാധിക്കും. ആവശ്യമില്ലാത്ത ഐഡിയോളജിക്കൽ ബാറ്റിൽസിൽ പോകാതെ സോഷ്യലിസമാണോ ക്യാപിറ്റലിസമാണോ എന്ന് ചിന്തിക്കാതെ എന്താണോ പ്രാക്ടിക്കൽ, എന്താണോ വർക്ക് ചെയ്യാൻ പോകുന്നത്, അതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന സംസ്ഥാന സർക്കാരിനോട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കൂടെയുള്ള ഒരു നിർദ്ദേശമായി കണക്കാക്കാം. തീർച്ചയായും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ചൈനയിൽ ഇപ്പൊ ചൈനയിൽ പോകാനായിട്ടും മധുര മനോജിന് ചൈന എന്ന് പറഞ്ഞതുമായ ഒരു കാലത്ത് ആ കാലം ഇപ്പോഴാണ് ശരിക്കും ചൈനയിൽ വരുന്നത്. ഇപ്പോഴാ കമ്മ്യൂണിസ്റ്റുകാർ പോയി ചൈന കണ്ടത് എന്നാണ് പറയുന്നത്. ഈ ചൈനക്കാരുടെ ഇന്ത്യക്കാരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്റെ ഒരു അനുഭവത്തിൽ പ്രത്യേകിച്ചും ചൈനയുടെ എൽഡർ ജനറേഷൻ ഇന്ത്യയെ ബഹുമാനിക്കുന്നു, ഇന്ത്യയെ ബുദ്ധന്റെ രാജ്യമായിട്ടാണ് കാണുന്നത്. അതിന് കാരണം ഏൻഷ്യൻ ചൈനയിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരുന്നത് നമ്മൾ വെസ്റ്റേൺ ഹെവൻ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ബുദ്ധൻ ജനിച്ച രാജ്യം ഹെവന് തുല്യമായിരുന്നു, ചൈനയുടെ വെസ്റ്റിലുള്ള രാജ്യമായിരുന്നു. മാത്രമല്ല ഈ ബുദ്ധിസ്റ്റ് സംസ്കാരം അവരുടെ സംസ്കാരത്തിൽ വലിയൊരു ഇമ്പാക്ട് നടത്തിയിട്ടുണ്ട്. അത് ഇന്നും അവരുടെ അമ്പലങ്ങളിൽ, ബുദ്ധിസ്റ്റ് അമ്പലങ്ങളിൽ ചെന്നാൽ ഇന്നും നമുക്ക് സംസ്കൃത പദങ്ങളൊക്കെ കാണാം. നമ്മുടെ ഫിലോസഫി അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു, നമ്മുടെ മ്യൂസിക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു, നമ്മുടെ ഡാൻസ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇതെല്ലാം ബുദ്ധിജീവികൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇന്ത്യയിലെ ടാഗോർ എല്ലാം അവർക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്ന ഒരു കാര്യമാണ്. ടാഗോറിനെ അറിയാത്ത ഇന്ത്യയിലെ സാഹിത്യവും ഒക്കെ അവിടെ വായിക്കപ്പെടുന്നുണ്ട്, ഇന്ത്യയിലെ സംഗീതം അവിടെ അറിയുന്നുണ്ട്, ഇന്ത്യൻ സിനിമ അവിടെ എത്തുന്നുണ്ട്. ഇന്ത്യൻ സിനിമ രാജ് കപൂർ വളരെ പോപ്പുലർ ആണ്. ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ സിനിമ ഒന്നും വരാത്തപ്പോൾ ഇന്ത്യൻ സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആവാര എന്ന സിനിമയും പണ്ട് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായതുപോലെ തന്നെ ചൈനയിൽ വളരെ പോപ്പുലറാണ്. പക്ഷെ അതെല്ലാം ഒരു ഓൾഡർ ജനറേഷനും പഴയകാല ഓർമ്മകളാണ്. ഇന്ന് കുറച്ചുകൂടെ മോഡേൺ ഡേയിൽ 3 Idiots എന്ന് പറഞ്ഞ സിനിമ വളരെ പോപ്പുലർ ആയിരുന്നു. അതെ. അപ്പോൾ ചൈനയുടെ ചെറുപ്പക്കാരുടെയും സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു ചെറിയൊരു എന്താണ് ഈ ന്യൂ റിച്ച് ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നവരുണ്ട്. അവർ വളരെ പെട്ടെന്ന് വികസനം നേടി, വികസനം മാത്രം കണ്ടിട്ടുള്ള, വികസിത ചൈനയെ മാത്രം കണ്ടിട്ടുള്ളവരാണ്. ചെറുപ്പക്കാർക്ക് ഒരു പരിധിവരെ എന്തുകൊണ്ട് ഇന്ത്യ പുരോഗമിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പുരോഗമിക്കാത്ത ഇന്ത്യ എന്തിന് തട്ടിക്കേറി ചൈനയെ ഒരു ശത്രുവായി കാണുന്നു, അല്ലെങ്കിൽ ചൈനയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നു എന്ന് മനസ്സിലാവാത്തവരുണ്ട്. അത് കാരണം ഇന്ത്യയോട് ദേഷ്യപ്പെടുന്നവരും പരമായ ഒരു സ്ട്രക്ചറാണ്. പക്ഷെ അതിന് ചുറ്റും കാണുന്ന പോവർട്ടിയും ഷാൻറ്റീസും ബാഡ് റോഡ്സും കണ്ടാൽ ഇതൊരു ചെടിയിൽ കിടക്കുന്ന ലോട്ടസ് പോലെയാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നേരെ മറിച്ച് ചൈനയിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് ഡാൻസ് എക്സ്പേർട്സ് ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചിട്ട് അവരെ എഴുതിയ ആർട്ടിക്കിൾ സംസ്കൃത നാടകം എവിടെ എന്നാണ്. അവർ സംസ്കൃത നാടകം അന്വേഷിച്ച് ഇന്ത്യ സഞ്ചരിച്ച അവസാനം അവരുടെ കൺക്ലൂഷൻ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കൂടിയാട്ടത്തിലാണ്. കേരളത്തിന്റെ തനതായ കൂടിയാട്ടത്തിൽ മാത്രമേ ആ യഥാർത്ഥ രൂപത്തിൽ സംസ്കൃത നാടകം അവശേഷിക്കുന്നുള്ളൂ എന്നുണ്ട്. അപ്പോ പല ആ ഒരു ക്രിയേറ്റീവ് രംഗത്തുള്ള ചൈനീസ് ഇന്ത്യ ഉറ്റുനോക്കുന്നു. അവരും ഇന്ത്യയിൽ വന്നാൽ എന്ത് കളേഴ്സാണ്, എന്ത് വെറൈറ്റിയാണ്. നമ്മുടെ സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോണിൽ ഉണ്ടാക്കി, ഏറ്റവും ഡിഫിക്കൽട്ട് മീഡിയമായ സ്റ്റോണിൽ ഉണ്ടാക്കിയ എത്ര മനോഹരമായ അമ്പലങ്ങളുണ്ട്, സ്കൾപ്ചേഴ്സ് ഉണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറയുന്നത് ഇന്ത്യയെക്കാൾ വലിയൊരു രാജ്യം, വലിയൊരു ഇൻസ്പിറേഷൻ വേറൊരു രാജ്യത്തിലും പറ്റില്ല. നമ്മുടെ വേഷങ്ങളെ, നമ്മുടെ ഭക്ഷണത്തെ എല്ലാത്തിലും എന്ത് കളറാണ് എന്നൊക്കെ പറയും. പക്ഷെ ആ ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ് മാത്രം, അല്ലെങ്കിൽ മെറ്റീരിയൽ ഗുഡ്സും മെറ്റീരിയൽ ഗെയിൻസും മാത്രം നോക്കുന്ന ആൾക്കാർ, പിന്നെ ക്ലെൻലിനെസ്സിൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ സ്ത്രീകളുടെ സുരക്ഷ, അവിടെ സ്ത്രീകളും പുരുഷന്മാരും തുല്യമായി എല്ലാ രംഗത്തും വർക്ക് ചെയ്യുന്നതാണ്. മാർക്സിസം പറഞ്ഞത് ഹാഫ് ഓഫ് ദ സ്കൈ ഇസ് ഹെൽഡ് ബൈ വിമൻസ് ആണ്. അപ്പോ എല്ലാ രംഗത്തും ഒരുപോലെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് വലിയൊരു വിമൻ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്കിവിടെ നിർഭയ കേസ് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് അത് ഒട്ടും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇന്ത്യക്ക് എന്തുകൊണ്ട് ഈ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ചുരുക്കത്തിൽ അവര് ഏൻഷ്യന്റ് ഇന്ത്യയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു, പക്ഷെ പുതിയ ഇന്ത്യയെ കുറിച്ചാണ് അവരുടെ കൺസേൺ. ശ്രീ വേണു രാജാമണിയെ ഞാൻ നയതന്ത്രജ്ഞൻ എന്ന നിലയിലാണ് പരിചയപ്പെടുത്തിയത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ നിങ്ങളൊക്കെ അറിയാത്ത വേറൊരു മുഖമുണ്ട്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. ഞാൻ സ്വയം തിരഞ്ഞെടുത്തതും എനിക്ക് വന്നു ഭവിച്ചതും മീഡിയയും പ്രസ്സുമായിട്ട് ബന്ധമുള്ള റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ്. ഞാൻ അത് ബീജിംഗിലായിരുന്നാലും വാഷിംഗ്ടൺ DC-യിലായിരുന്നാലും ദുബായിലായിരുന്നാലും നെതർലൻഡ്സിലായിരുന്നാലും എല്ലാം സഹായങ്ങൾ നൽകുക, ഇൻഫർമേഷൻ നൽകുക, അതുപോലെ
ഇന്ത്യയുടെ സോഫ്റ്റ് പവർ. മീഡിയയുടെ സൈക്കി അറിയാം. അല്ല, ഒരു പരിധിവരെ ഈ ഡെഡ് ലൈൻസിന് വേണ്ടിയുള്ള അതെ. ഡെഡ് ലൈനിനുള്ളിൽ ഒരു സ്റ്റോറി ഫയൽ ചെയ്യാനുള്ള ആ ഒരു വ്യഗ്രത എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു, മീഡിയ കൈകാര്യം ചെയ്തു, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ എക്സ്റ്റേണൽ പബ്ലിസിറ്റി ഡിവിഷൻ ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കാരണം മീഡിയ ആ ഒരു മീഡിയ അന്ന് കേരളത്തിലെ പത്രക്കാർക്കൊക്കെ പ്രണബ്ജിയുടെ പിന്നെ രാഷ്ട്രപതി ഭവനിൽ ഒട്ടേറെ അവസരങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. തീർച്ചയായും. പക്ഷെ അതിനുശേഷം എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള ഇന്നത്തെ ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, യു കീപ് ദ റോങ് കമ്പനി. പത്രക്കാർക്കും മീഡിയയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു റോള് സമൂഹത്തിൽ വഹിക്കാനുണ്ട്. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ത്യൻ മീഡിയ മൊത്തത്തിൽ നാഷണൽ മീഡിയ എടുത്ത് നോക്കിയാൽ സ്റ്റാൻഡേർഡ്സിൽ നിന്നെല്ലാം താഴോട്ട് പോയി, ഒബ്ജക്ടിവിറ്റി നഷ്ടപ്പെട്ട് ഗവൺമെന്റിനെ വിമർശിക്കാൻ ഭയവും സങ്കടകരമായൊരു അവസ്ഥയാണ്. ഈ സോഷ്യൽ മീഡിയയിലെങ്കിലും ഒരു ലൈവായിട്ടൊരു ചെറിയൊരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ടായി വന്നിട്ടുണ്ട്. ഒരുപാട് ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് നല്ല പ്രോഗ്രാംസ് ഫീച്ചർ ചെയ്ത് ഒബ്ജക്റ്റീവായിട്ട് റിപ്പോർട്ടിംഗ് നടത്തുന്നുണ്ട്. ഇത് ഒരു ആശ്വാസം നൽകുന്നു. എങ്കിലും ഇനിയും ഒരുപാട് ചെയ്യുവാൻ സാധിക്കും. പറഞ്ഞു വന്നത് ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ചും പത്രസ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ചും ഒക്കെയാണ്. അപ്പം അതിനൊരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയോ പാർട്ടി ഉൾപ്പെടുന്ന മുന്നണിയോ ഭരണത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ആ നിലയിൽ ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാനും ജനാധിപത്യ സംരക്ഷകരായിട്ട് തിരിച്ചു വരാനുമുള്ള സാധ്യത എങ്ങനെ കാണുന്നുണ്ട്? ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയാണ് ജയിച്ചത്. അപ്പോൾ ഇനി 5 വർഷം കേന്ദ്രത്തിൽ അവര് ഭരിക്കും എന്നുള്ളത് ഉറപ്പാണ്. വലിയൊരു നിരക്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ. അപ്പോൾ ഇനിയും ഒരു 5 വർഷം ഈ ഭരണത്തിന് കീഴിൽ ഇന്ത്യ ഇനി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു റോൾ വഹിക്കേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിൽ പത്രസ്വാതന്ത്ര്യങ്ങൾ പ്രത്യേകിച്ചും സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ മുന്നണി യുണൈറ്റഡ് ആകേണ്ടതുണ്ട്. എത്ര കൂടുതൽ ഒരു ചെറിയ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ കണ്ട റിസൾട്ട് ഒരു ചെറിയൊരു തുടക്കം മാത്രമാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർമൈൻ ചെയ്യുന്ന പ്രവണതകൾക്കെതിരെയുള്ള ഒരു റെസിസ്റ്റൻസിന്റെ തുടക്കമാണ്. ആ റെസിസ്റ്റൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ കോംപ്ലസന്റ് ആകരുത്. ഇനിയും എത്രയോ വെല്ലുവിളികൾ മുന്നിൽ നിൽക്കുന്നു, ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുന്നു. ഇന്ന് പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലെല്ലാം ഒരു ഗ്ലോബൽ ഇൻഡെക്സ് എടുത്താൽ ഇന്ത്യ ഏറ്റവും താഴെയാണ്. ഇന്നും ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടും സെഡിഷൻ ആക്ടും എല്ലാം ഉപയോഗിച്ച് പത്രക്കാർക്കെതിരെയും വിമർശിക്കുന്ന ഡിസിഡൻസിനെതിരെയും എല്ലാം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഉപയോഗപ്പെടുന്നു. അപ്പൊ ഇതിനെല്ലാം എതിരെ ഒറ്റക്കെട്ടായി നിന്ന് ഓപ്പോസിഷൻ ഫൈറ്റ് ചെയ്താലേ ഒരു പരിധിവരെ ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾക്ക് ഒരു തടയായി അത് നിൽക്കുമല്ലോ, അത് റിസ്ട്രെയിൻ ചെയ്യുള്ളൂ. അതേസമയം മഹാരാഷ്ട്ര ഇലക്ഷൻസ് വരുന്നു, JNKയിലെ ഇലക്ഷൻസ് ഉണ്ടാവും, ഹരിയാനയിലെ ഇലക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ചോദിക്കട്ടെ, ഇപ്പൊ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇതിപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള അതിന്റെ റിസൾട്ടും എല്ലാം പരിഗണിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിനെ എങ്ങനെ കാണുന്നു? ഈ മുന്നണിയെ അല്ലെ പ്രതിപക്ഷത്തെ അങ്ങനെ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കരുത്തുള്ള ഒരു നേതാവായിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ചെറുപ്പക്കാരനാണ്. ഈ ഇലക്ഷനിൽ ഒരു പരിധിവരെ കോൺഗ്രസിന്റെ വിജയം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന്റെ വിജയം കൂടിയാണ്. എന്നാൽ വീണ്ടും ഞാൻ പറയുന്നത് ഇത് പോരാന്നുള്ളത്. ഇനിയും പ്രയത്നിക്കണം, ഇനിയും വർക്ക് ചെയ്യണം. പ്രത്യേകിച്ചും ഒപ്പോസിഷൻ യൂണിറ്റി കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കണം. കോൺഗ്രസിന് ഒറ്റയ്ക്ക് BJP നേരിടുവാൻ സാധിക്കില്ല, പ്രതിപക്ഷമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യ മുന്നണിക്ക് സാധിക്കും. അപ്പോൾ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ലീഡ് ഓഫ് ദി ആർ. പത്രപ്രവർത്തകനായ വേണു രാജാമണിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പഴയ കാര്യം ഓർത്തുപോയി. അത് ഞാനും വേണു രാജാമണി ഒന്നിച്ച് പത്രപ്രവർത്തകരായി ഒരേ കാലത്ത് ഒരേ നഗരത്തിൽ പ്രവർത്തിച്ചവരാണ്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകനായിരുന്നു, ഞാൻ മലയാള മനോരമയുടെ ലേഖകനായിരുന്നു. അക്കാലത്ത് വളരെ രസകരമായ ഒരു സംഭവ വികാസം ഉണ്ടായി. പിന്നീട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം.
ആ വിഷയത്തിൽ ഞങ്ങൾ രണ്ടുപേരും ലേഖകന്മാരായിട്ട് പരസ്പരം മത്സരിച്ച്, ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നെങ്കിലും പരസ്പരം മത്സരിച്ച് റിപ്പോർട്ട് ചെയ്തൊരു കാലത്ത് വിഷയം ഇതാണ്. കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വൈകുന്നേരം ഫോൺ ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ഹൈക്കോടതി ജഡ്ജി വളരെ സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിക്കാനിരിക്കെ തലേ ദിവസം വൈകുന്നേരം മുഖ്യമന്ത്രി കരുണാകരൻ ആ ജഡ്ജിയെ വിളിച്ച് സംസാരിച്ചു എന്നൊരു ആരോപണം വരുന്നു. ഈ ആരോപണം വലിയ വിവാദമായി, നിയമസഭയ്ക്കകത്തും വലിയ ചർച്ചയായി. അങ്ങനെ കത്തിക്കാളി നിൽക്കുന്ന സമയത്ത് വേറൊരു രസകരമായ സംഭവം ഉണ്ടായി. ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന, അന്ന് ബോംബെയാണ്, മുംബൈ അല്ല, ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇലിസ്ട്രേറ്റഡ് വീക്കിലി എന്ന് പറയുന്ന വാരികയിൽ ഒരു കവർ സ്റ്റോറി ആയിട്ടൊരു വലിയൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വാർത്ത വരുന്നു. അത് കേരളത്തിലെ മുഖ്യമന്ത്രി ഹൈക്കോടതി ജഡ്ജിയെ ഫോണിൽ വിളിച്ചു എന്നുള്ളൊരു തെളിവാണ്, രേഖ. എന്താണ് രേഖ? 2 തെളിവുകളാണ്, 2 രേഖയാണ്. അത് വേണു ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. ഫോൾട്ട് കാർഡ്, ഫോൾട്ട് ഡോക്കറ്റ്. അത് ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാരോട് പറഞ്ഞത് എന്താണെന്ന് പിടികിട്ടത്തില്ല. ഇപ്പോഴത്തെ ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാഞ്ഞ കാലത്ത്, ഈ BSNLന്റെ ഫോൺ മാത്രം, ലാൻഡ് ഫോൺ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഒരു ഫോൺ കേടായാൽ ആ കേടായ വിവരം വേറൊരു ഫോണിൽ നിന്ന് വിളിച്ച് ടെലിഫോൺസിലെ പരാതി വിഭാഗത്തിൽ അറിയിക്കണം. അങ്ങനെ അറിയിച്ചാൽ മാത്രമേ റിപ്പയർ ചെയ്യുള്ളൂ. അറിയിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നതാണ് ഫോൾട്ട് കാർഡ്. ഇങ്ങനെ ഒരു ഫോൺ കേടാണെന്നുള്ള വിവരം കിട്ടിയിരിക്കുന്നു. ആ പരാതിയിന്മേൽ നടപടിയെടുത്തത് സംബന്ധിച്ചുള്ളതാണ് ഫോൾട്ട് ഡോക്കറ്റ്. അപ്പൊ കെ കരുണാകരന്റെ വീട്ടിലേക്ക് ഒരു പ്രത്യേക ദിവസം, ആ ദിവസം എന്ന് പറയുന്നത് കൃത്യമായിട്ടും വിധി പ്രഖ്യാപിക്കുന്ന തലേദിവസം വൈകുന്നേരം ഇങ്ങനെ ഒരു പരാതി എത്തിയിരിക്കുന്നു. അതായത് ഈ ജഡ്ജിയുടെ വീട്ടിലെ ഫോൺ കേടായിരിക്കുന്നു. അപ്പൊ ഈ കോൾ വന്നിരിക്കുന്നത് ക്ലിഫ് ഹൗസിൽ നിന്നാണ്. അതൊക്കെ വളരെ കൃത്യമായിട്ട് അതിനകത്തുണ്ട്. അപ്പൊ ക്ലിഫ് ഹൗസിൽ നിന്ന് ജഡ്ജിയുടെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നിരിക്കുന്നു. ഈ ഫോൺ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടുന്നില്ല. അതുകൊണ്ട് കംപ്ലൈന്റ് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ എത്രയും വേഗം റിപ്പയർ ചെയ്ത് കൊടുക്കണം. 1 മണിക്കൂറിനുള്ളിൽ ഫോൺ റിപ്പയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് കെ കരുണാകരൻ ജഡ്ജിയുമായിട്ട് സംസാരിച്ചു എന്നുള്ളതിന് ഒരു എൻഡോഴ്സ്മെന്റ് നൽകുന്നതാണ് ആ വാർത്ത. അപ്പൊ ഈ ഫോൾട്ട് കാർഡ്, ഫോൾട്ട് ഡോക്കറ്റ് രണ്ടിന്റെയും പടം സഹിതമാണ് വാർത്ത. ഈ വാർത്ത കേരളത്തിലെ വലിയ ചർച്ചയായി. അതെനിക്കൊന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇലിസ്ട്രേറ്റഡ് വീക്കിലി കേരളത്തിൽ വളരെ പ്രചാരമില്ലാത്ത ഒരു വാരികയായിരുന്നു. എല്ലാവരുടെ അടുത്ത്, സാധാരണക്കാരുടെ അടുത്ത് ഒരു വാരികയായിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ് അതെടുത്ത് വലിയ വാർത്തയാക്കിയപ്പോൾ അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു വാർത്ത കിട്ടി. ആ വാർത്തയാണ് ഇവിടുത്തെ ഞങ്ങൾ തമ്മിലുള്ള ഒരു രസകരമായ ഒരു വാർത്താ മത്സരത്തിലേക്ക് എത്തിക്കുന്നത്. എനിക്ക് കിട്ടിയ വാർത്ത ഇലിസ്ട്രേറ്റഡ് വീക്കിലിൽ വന്നിരിക്കുന്ന, ഇലിസ്ട്രേറ്റഡ് വീക്കിലെ ആ ഫോൾട്ട് കാർഡും ഫോൾട്ട് ഡോക്കറ്റും ഒക്കെ ഇന്ത്യൻ എക്സ്പ്രസിൽ അവർ പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ കരുണാകരനോട് പൊതുവെ ഒരു വിരോധം മീഡിയയുടെ ഇടയിലും ആളുകളുടെ ഇടയിലൊക്കെ നിലനിൽക്കുന്ന ഒരു കാലം കൂടിയാണെന്ന് പറയുന്നത്. 1982-87 കാലത്തെ മന്ത്രിസഭയുടെ കാലത്ത്, 38 വർഷം മുമ്പത്തെ കാര്യം ഞാനീ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വാർത്ത എന്ന് പറയുന്നത് ഈ ഇലിസ്ട്രേറ്റഡ് വീക്കിലിൽ പ്രസിദ്ധീകരിച്ച ഫോൾട്ട് കാർഡും ഫോൾട്ട് ഡോക്കറ്റും വ്യാജരേഖകളാണ്. അപ്പൊ അന്നത്തെ അവിടുത്തെ ഡിസ്ട്രിക്ട് ടെലിഫോൺസ് ഓപ്പറേറ്ററുമായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ ഒറിജിനൽ സാധനം ഇവിടെ ഇരിപ്പുണ്ട്, ഇതേ നമ്പറിലുള്ള സാധനം, ഇതിനകത്ത് ഈ കോളൊന്നും പോയിരിക്കുന്ന ഈ പറയുന്ന ജഡ്ജിയുടെ വീട്ടിലേക്കല്ല, ക്ലിഫ് ഹൗസിൽ നിന്നുമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ 2 ഒറിജിനൽ ഫോൾട്ട് കാർഡും ഫോൾട്ട് ഡോക്കറ്റും എടുത്തു വന്നു. ഞാൻ പിറ്റേ ദിവസം ഇത് നമ്മുടെ ന്യൂസ് സെക്ടറോട് സംസാരിച്ചിട്ട് പിറ്റേ ദിവസം മനോരമയുടെ 1-ാം പേജിലെ ഒറിജിനൽ ഫോൾട്ട് കാർഡ്, വ്യാജ ഫോൾട്ട് കാർഡ്, ഒറിജിനൽ ഫോൾട്ട് ഡോക്കറ്റ്, വ്യാജ ഫോൾട്ട് ഡോക്കറ്റ്, ഇത് രണ്ടും ജക്സ്റ്റാപ്പോസ് ചെയ്ത് ഒരു വാർത്തയും എഴുതി 8 കോളത്തിൽ. സത്യം പറഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ആദ്യം ചീത്തയാണ് കിട്ടിയത്. കാരണം നിങ്ങൾ കരുണാകരൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, മനോരമയായി ചേർന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിമർശനം. ഞാനാണെങ്കിൽ വളരെ ജൂനിയറായ റിപ്പോർട്ടറാണ്. ഞാൻ ആകെ തകർന്നു പോയി ആദ്യ ദിവസങ്ങളിൽ. അതിനടുത്ത ദിവസം അപ്പം പൊതുവെ പത്രക്കാർ വിചാരിച്ച് എന്നെ എങ്ങനെയോ പറ്റിച്ചു എന്നാ ഇങ്ങനെ വാർത്ത വന്നതിൽ. പക്ഷെ അതിനടുത്തത് എനിക്കപ്പോൾ പിന്നെ ഒരു വാശിയായി. ഞാനത് എനിക്ക് ബോധ്യമായി ഞാൻ എഴുതിയ വാർത്ത ശരിയാണെന്ന്. അപ്പം ഞാനത് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ പിന്നീട് ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വന്നപ്പോഴത്തേക്ക് ടെലിഫോൺസ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ സംഭവം, ഈ വ്യാജരേഖ ഉണ്ടാക്കി ഇലിസ്ട്രേറ്റഡ് വീക്കിൽ കൊടുത്ത് കാശ് വാങ്ങിയത്. അപ്പം ഇത് കൂടി എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് കേസെടുത്തു കഴിഞ്ഞ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു സംഗതി, അന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു 6-7 കോളത്തിൽ തലക്കെട്ട് വന്നിരിക്കുന്ന ഒരു വാചകം, വി ആർ ടേക്കൺ ഫോർ എ റൈഡ്. എനിക്ക് വേണത് ഓർക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല. വി ആർ ടേക്കൺ ഫോർ എ റൈഡ് ആദ്യമായിട്ട്, എനിക്ക് അതിന് ശേഷവും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്നൊരു പത്രം 1-ാം പേജിൽ കൊടുക്കുകയാണ്.
അത് ഞാൻ വേണുവിനെ ഇപ്പോൾ ഈ സമയത്ത് അഭിനന്ദിക്കുക. അന്ന് വേണു അങ്ങനത്തെ ധൈര്യം കാണിച്ചു. ഒരു പത്രപ്രവർത്തനം സംഭവിക്കാവുന്ന, അല്ലെങ്കിൽ ഇതൊരു പക്ഷേ പത്രം തന്നെ ചിലപ്പോൾ അതിന് തയ്യാറായെന്ന് വരില്ല. നമ്മൾ തിരുത്തെങ്കിൽ നമ്മൾ അവസാനത്തെ പേജിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പൊതുവെ നയം. പക്ഷേ ഞങ്ങൾക്കിതാ തെറ്റുപറ്റിയിരിക്കുന്ന 8 കോളത്തിൽ തന്നെ അതേ വാർത്ത കൊടുത്ത അതേ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, വേറെ ഈ ടേക്കൻ ഫോർ എ റൈഡ് എന്നുള്ള ഒരു പ്രയോഗം തന്നെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അന്നാ അത് പഠിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവം ഞങ്ങൾക്കിടയിലുണ്ട് എന്നും അതും അദ്ദേഹത്തിന്റെ ഒരു നന്മയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. തീർച്ചയായും അതിന് ക്രെഡിറ്റ് അതിന്റെ എഡിറ്ററായിരുന്ന എസ് കെ അൻവറാമിനാണ് കൊടുക്കേണ്ടത്. അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു എന്നും നമ്മൾ പത്രധർമ്മം എന്ന് പറയുന്നത് സത്യത്തോട് കൂടി നിൽക്കുക, സത്യത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു റിപ്പോർട്ട് ചെയ്തു, അത് തെറ്റായിരുന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്ത് അത്രയും തന്നെ പ്രോമിനൻസിൽ പബ്ലിഷ് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതാണ് ആ റിപ്പോർട്ടിൽ പ്രതിഫലിച്ചത്. അപ്പൊ ഈ കേരളത്തില് ഉള്ള സമയം വളരെ പരിമിതമായതുകൊണ്ട് അവസാനിപ്പിക്കാം. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, കേരളത്തിന്റെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒട്ടേറെ കുട്ടികള് നമുക്കറിയാം വിദേശത്തേക്ക് പോവുകയാണ്. കേരളത്തിന്റെ ഒരു യുവത്വം തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. ഇത് കേരളത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക പരിണാമം എന്തായിരിക്കും? ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ കേരളത്തിൽ തന്നെ പഠിക്കാൻ ആവശ്യത്തിന് നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ലാത്തതുകൊണ്ടാണോ, അതോ ഇത്തരം വിദേശത്ത് പോകുന്ന ഒരു സ്വാഭാവികമായ സംഭവം മാത്രമാണ്, അതിന് നമുക്കൊന്നും ചെയ്യാനില്ല? എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് രണ്ടു വശമുണ്ട്. ഒരു വശത്ത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇടയിൽ ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ട്, ഒരു ക്വാളിറ്റി ഡിപ്രിസിയേഷൻ ഉണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ വേണ്ടത്ര തൊഴിൽ, വേണ്ടത്ര സാമ്പത്തിക വികസനം നമുക്ക് ഇവിടെ കൊണ്ടുവന്നാലേ ആൾക്കാര് ഇത് നിൽക്കുകയുള്ളൂ. നമുക്കൊരു സോഷ്യൽ ഫ്രീഡം ഉണ്ടാവണം. പലപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളപ്പോൾ ഡൽഹിയിലെല്ലാം ചെറുപ്പക്കാരികളായ മലയാളികൾ എണീറ്റ് പറയുന്നത് കേരളത്തിൽ സോഷ്യൽ ഒപ്രഷൻ ഉണ്ട് എന്നാണ്. ഇന്നും കേരളം ജീവിക്കുന്ന ഒരു 50 വർഷം മുമ്പിലത്തെ ഒരു സമൂഹത്തിലാണ്. അവർക്ക് ഒരു പെൺകുട്ടി പുറത്തുപോയി ആണുങ്ങളുമായി കാണുക, സംസാരിക്കുക, എവിടെയെങ്കിലും പോയിരുന്ന് ഭക്ഷണം കഴിക്കുക, ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടെങ്കിലും അത് വലിയ നഗരത്തിൽ മാറിക്കാണും, എന്നാൽ ചെറിയ ടൗൺസിൽ മാറിയിട്ടില്ല. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അതൊരു വലിയ ഘടകമാണ് അല്ലേ? ജോലിയും അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ഉള്ളതിനപ്പുറത്തേക്ക് സാമൂഹ്യമായ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് യൂറോപ്പിലും യുക്രൈനിലും എല്ലാം പോകുന്നവർക്ക് അവരവിടെ പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണ് ജീവിക്കുന്നത്. അവരൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സോഷ്യൽ കണ്ടീഷൻസ് അവരവിടെ കാണുകയാണ്. അപ്പൊ ഇതെല്ലാം ഒരു ഫാക്ടറാണ് ആൾക്കാരെ വിദേശത്തേക്ക് ആകർഷിക്കുന്നതും. ഇത് ഒരു പരിധിവരെ കറക്റ്റ് ചെയ്താലാണ് നമുക്ക് ഈ പലായനം തടയുവാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൾട്ടിമേറ്റ്ലി മൈഗ്രേഷൻ എന്ന് പറയുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ് അതിന് പ്രധാന കാരണം. അതൊരു ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്താലോ ചെയ്യാതിരുന്നാലോ അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. ആദ്യം ഒരാൾ മുന്നോട്ട് പോകുന്നു. ഞാൻ ആദ്യം ഡൽഹിയിൽ പോയത്, എനിക്ക് മുമ്പേ എൻ്റെ ഒരു സീനിയർ അവിടെ പോയിരുന്നു. പുള്ളിയുടെ സഹായത്തോടുകൂടി പുള്ളിയുടെ കേട്ട കഥകൾ എന്നെ ആകർഷിച്ചതുകൊണ്ട് ഞാൻ ഡൽഹിയിൽ പോയി പഠിക്കാനായിട്ട് പോയി. ഗൾഫിലായിരുന്നാലും ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾ ആദ്യം പോകുന്നു, അയാളുടെ ബന്ധുക്കളെ കൊണ്ടുപോകുന്നു, അത് അയാളുടെ സുഹൃത്തുക്കളെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ് ഗ്ലോബലി മൈഗ്രേഷൻ ഏറ്റവും പ്രധാന കാരണം. ഇന്നും സംഭവിക്കുന്ന അത് തന്നെയാണ്. നമ്മുടെ ആൾക്കാരുടെ എണ്ണം യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാം വർദ്ധിക്കുന്നു. അവർ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നു. ആ രാജ്യങ്ങളിലെ പോപ്പുലേഷൻ വളരെ ചെറുതാണ്. അവർ ഏജിങ് സൊസൈറ്റീസ് ആണ്. അവർക്ക് കൂടുതൽ ആൾക്കാർ ആവശ്യമുണ്ട്. നമ്മുടെ കുട്ടികൾ കഴിവുള്ള കുട്ടികളാണ്. അവരവിടുത്തെ യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കുന്നു, നന്നായി ചെയ്യുന്നു, അതിനുശേഷം അവിടെ ജോലി കണ്ടെത്തുന്നു, എന്നിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നു. അത് ജോലി ഏത് തരത്തിലുള്ള ജോലിയാണ് എന്നതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എങ്കിലും അവരവിടെ തുടർന്ന് ജീവിക്കുന്നു. ആരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കില്ല. അത്രയ്ക്ക് കഷ്ടപ്പാടാണെങ്കിൽ അവർ തിരിച്ചു വന്നേനെ. അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയി ഒരു കൺസ്ട്രക്ഷൻ വർക്കറായി പോയി ജീവിക്കുന്ന ഒരു കഷ്ടപ്പാടൊന്നും യൂറോപ്പിലോ മറ്റൊരു പാശ്ചാത്യ രാജ്യത്തും ഇല്ല. അപ്പൊ ഇതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. നമ്മൾ ചെയ്യേണ്ടത് അവരുമായി നിരന്തരം കോൺടാക്ട്സ് നിലനിർത്തുക. നമ്മൾ നേരത്തെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ പ്രവാസികൾ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുമായി കേരള ഗവൺമെന്റിനും കോൺടാക്ട് നിലനിർത്താൻ സാധിക്കുന്നത്, കേരളത്തിന്റെ സമൂഹത്തിന് കോൺടാക്ട് നിലനിർത്താൻ സാധിക്കുന്നത്. അവരവിടെ പഠിക്കുന്ന കാര്യങ്ങൾ തിരിച്ചു ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പൊ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ
കേരളം ഒട്ടാകെ ഗൾഫിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും. വളരെ സത്യം. കുഴിമന്തി എന്നൊക്കെ പറയുന്നത് നമ്മളാരും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഇന്നിപ്പോ എല്ലായിടത്തും കുഴിമന്തിയാണ്. സോ അതുപോലെ ഓരോ രാജ്യത്തു നിന്നും അവരവിടെ കണ്ട് അവർ ശീലിച്ച ആ ക്വാളിറ്റീസ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കണം. അവര് അവിടെ ജീവിച്ചാലും ഇവിടെ ജീവിച്ചാലും ഏത് രാജ്യത്തിന്റെ സിറ്റിസൺസ് ആയിരുന്നാലും കേരളത്തെ എന്നും മനസ്സിൽ കൊണ്ട് നടക്കുകയും കേരളത്തെക്കുറിച്ച് ചിന്തിക്കുകയും കേരളത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാക്കി മാറ്റുവാൻ സാധിക്കണം. അത് നമുക്ക് സാധിക്കും. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ബന്ധത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അവസാനമായി ഒരു ചോദ്യം. താങ്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. രാഷ്ട്രീയത്തോടും രാഷ്ട്രീയ പ്രവർത്തനത്തോടും ഒക്കെ വളരെ താല്പര്യമുള്ള ആളാണ്. ഒരുപക്ഷെ ഈ സിവിൽ സർവീസിലേക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസിലൊക്കെ പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു മന്ത്രിയായിട്ടൊക്കെ ഇരിക്കേണ്ട ആളാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ സമയത്ത് താങ്കളുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ കേട്ടിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ വട്ടിയൂർക്കാവിലും തൃപ്പൂണിത്തുറയിലുമൊക്കെ താങ്കൾ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേട്ടിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ചുമതലയിലൊക്കെ ഇരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ താങ്കൾക്ക് ഞാൻ പറയാത്ത ഒരു വേറെ മുഖമുള്ള അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള ഒരു ഇതാണ്. അതിലേക്ക് കടക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഡൽഹിയിലെ ഒരു ജിൻഡാലിന്റെ അവിടെ ഫാക്കൽറ്റി മെമ്പറാണ്. അപ്പം ഇങ്ങനെ ഒരു ബഹുമുഖ വ്യക്തിത്വമാണ്. അപ്പൊ ഈ രാഷ്ട്രീയത്തിൽ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാനുള്ള സാധ്യത എത്രയാണ്? ഞാനൊരു പൊളിറ്റിക്കൽ സയൻസിന്റെ വിദ്യാർത്ഥിയാണ്. തീർച്ചയായും രാഷ്ട്രീയം അടുത്ത് നിരീക്ഷിക്കുന്നു. എനിക്ക് എന്റേതായ വിശ്വാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സംവിധാനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതേസമയം രാഷ്ട്രീയം നമ്മൾ അന്വേഷിച്ചു പോകേണ്ട ഒരു കാര്യമല്ല, രാഷ്ട്രീയം നമ്മളെ അന്വേഷിച്ചു വരണം എന്നുകൂടി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ വട്ടിയൂർക്കാവിന്റെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ സമയത്തൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പത്രക്കാരുടെ ഇടയിൽ സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു കാര്യത്തിലും അത്രയും എനിക്കൊരു കോൺക്രീറ്റ് ആയിട്ട് ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അത് ഞാൻ തന്നെ വേണ്ട എന്ന് വെച്ചതാണ് ആ സമയത്ത്. വരും ഭാവിയിൽ എന്തുണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. തീർച്ചയായും അതിൽ എന്താണ്, പക്ഷെ അതിനുവേണ്ടി ഇടിക്കാനും ഇല്ല. അതിന്റെ ഒരു ആവശ്യമില്ല. ഇതൊരു ജീവൻ മരണ പോരാട്ടം. അല്ല, ഇപ്പോഴത്തെ സമകാലീന രാഷ്ട്രീയം എനിക്ക് പറ്റിയതാണ് അല്ലെങ്കിൽ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയതാണ് എന്നുള്ള, അല്ലെ പറ്റിയതല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കൺസേൺ ഉണ്ടോ? തീർച്ചയായും അതും ഒരു കൺസേൺ ആണ്. അതായത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് ഒരു വളരെ ഡിമാൻഡിങ് ആണ്. സത്യം പറഞ്ഞാൽ പൊളിറ്റിക്സിൽ ഉള്ളവരോട് എനിക്ക് ബഹുമാനമുണ്ട്. അവർ 24/7 ഇതിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. അത് ഒരുപാട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറ്റിയതാണോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അല്ല, പഴയ ഒരു പ്രവർത്തന ശൈലി ഉള്ളത് കൊണ്ട് അതിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് തുടരുമായിരിക്കും. അത് നമുക്കറിയില്ല. അങ്ങനെ തന്നെ ആ രീതിയിൽ സംശയിക്കേണ്ട കാര്യമില്ല. അതെ, അതിനുള്ളൊരു മനസ്സുണ്ടോ പ്രധാനപ്പെട്ട കാര്യം. സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് ആ സമയത്ത് നോക്കി തീരുമാനിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കും. ഏതായാലും ഇത്രയും നേരം ശ്രീ വേണു രാജാമണിയായിട്ട് സംസാരിച്ച് സമയം പോയത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല. ഒട്ടേറെ കാര്യങ്ങൾ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്തു. രാജ്യാന്തര പ്രശ്നങ്ങൾ, ദേശീയ പ്രശ്നങ്ങൾ, കേരളത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാം ചർച്ച ചെയ്തു. വളരെ വളരെ വിജ്ഞാനപ്രദമായ വളരെ അറിവ് പകരുന്ന ഒരു നല്ല ഒരു സംഭാഷണമായിരുന്നു ഇത്. വളരെ വളരെ നന്ദി. നമസ്കാരം.